അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ 96 വയസ്സായിട്ടാണ് ഈ 3 കൊല്ലമായിട്ടുള്ള മരിച്ചിട്ട്. 96 വയസ്സുണ്ട്. അമ്മ അന്ന് പറയും വോട്ട് വരുമ്പോൾ, മോനെ അയ്മൂനിയായിട്ടാന്ന് പറയും. അന്നത്തെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഇതാണ്. അമ്മ പഴയ ആളാണല്ലോ. അയ്മൂനിയാണ്. ഞാൻ പറഞ്ഞ അമ്മ അയ്മൂന്ന് പറഞ്ഞാൽ എടാ അരിവാളും ചുറ്റിയെ എന്നാണ് പറഞ്ഞത്. അത് കേട്ട് നമ്മ വളർന്ന് 45 കൊല്ലം ഞാൻ നമ്മുടെ കാരണന്മാർ പറഞ്ഞിട്ട് നിന്ന്. പക്ഷെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു. അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കണ്ടീഷൻ അങ്ങനെ. അപ്പം ഞമ്മ ഒരു 3-4 പേര് മാർക്സിസ്റ്റിന് വോട്ട് ചെയ്ത് 45 കൊല്ലം നിന്ന ആളാണ്. പക്ഷേ ഞാൻ ഈ 2.5 കൊല്ലം ആയിപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട്, ഈ കേസ് തുടങ്ങി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പോൾ 3 കൊല്ലം 3 മാസം ഇല്ലേ. ഈ സംഭവം ഈ LDFും കോൺഗ്രസും വിചാരിച്ചാൽ നടക്കില്ല. ഇവിടെ ഈ നമ്മുടെ പ്രശ്നം തീരണമെങ്കിൽ BJP തന്നെ വന്നാലേ നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്താണെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടേ നടക്കുള്ളൂ. ആ സമയത്ത് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് എപ്പോൾ കെട്ടുകടിച്ചെന്നു പറഞ്ഞാൽ മതി. VD സതീശൻ്റെ ഒക്കെ അവരെ ആഗ്രഹമാണത്. അതവർ അത്രേ ഉള്ളൂ. ഇവിടെ ജനങ്ങളെ തമ്മിലൊരു പിരിമുറുക്കം ഉണ്ടാക്കണം. അതവരുടെ ആഗ്രഹമാണ്. അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അതിൽ വിഷമമൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷമാണ്. അത് എനിക്ക് ചിരി വരെയാണ്. ഇപ്പം മിനിയാന്ന് വരെയും വളരെയധികം വിഷമിച്ചാണ് നിന്നിരുന്നത് ഈ ബില്ല് പാസ്സാവുന്നവരെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നിക്സൺ. ചേട്ടാ, ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരൊന്നും അല്ല നിങ്ങളാരും. CPM-ലും വർക്ക് ചെയ്തിട്ടില്ല. ആദ്യം മുതൽക്കേ BJP-കാരായിരുന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രചാരണമുണ്ട്. എന്താണ് ഇതിനോടൊരു അഭിപ്രായം പറയാൻ? എന്താണ്? ഞാൻ നേരത്തെ തുടങ്ങി തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇന്നലെയാണ് BJP. എനിക്ക് വോട്ടുണ്ടായ കാലം തുടങ്ങി കമ്മ്യൂണിസ്റ്റിനാണ് വോട്ട് ചെയ്തത്. ഇന്നലെയാണ് BJP-കാരനായത്. പിന്നെ സതീശൻ പറയണത് ആരാണ് വാക്കണത്, ഇവിടെ വന്ന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാന്ന് പറഞ്ഞ പ്രശ്നമാണത്. ഒരു പട്ടിയുടെ വിലയുണ്ടായിരുന്നു അയാൾക്ക്. നാട്ടുകാർ മുഴുവൻ കാണുന്നത് അയാളെ പട്ടിയായിട്ടാണ്. അയാൾ ഈ പറയണ വാക്കുകൾ പട്ടികൾ പറഞ്ഞത് സാർ. പിന്നെ വേറൊരുത്തരുണ്ട് കൂടിക്കണം. അവൻ ഞങ്ങളോട് ഈ അവിടെ വീടൻ അവൻ അവിടെ വെച്ചാൽ പറഞ്ഞ അവൻ്റെ തന്ത അവൻ്റെ തന്തയുടെ പേരും പറഞ്ഞോടാണ് അവൻ പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് വേണ്ടി അവിടെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ തന്ത എൻ്റെ വേറെ ആയിക്കോളെന്ന് പറഞ്ഞത്. അവനോട് ചോദിക്കണില്ല അത് തന്ത ആരാണെന്നൊന്നും. അവൻ തന്നെ മനസ്സിലാക്കി വെച്ചു അവൻ എന്താണ് ഈ പഞ്ച് സ്ക്വയറിൽ പറഞ്ഞെന്ന്. ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞോട് പറയാൻ കുഴപ്പമില്ല. ഇവിടുത്തെ മറ്റ് ആളുകളൊക്കെ എന്താണ് ഈ ഒരു നിങ്ങൾ BJP-യിൽ ചേർന്നതിന് ശേഷം പറയുന്നത്? എന്താണ് അവരുടെ പ്രതികരണങ്ങൾ? എന്താണ്? ഞങ്ങള് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങളെ സഹായിക്കുന്ന ആരാണെങ്കിൽ ശരിയാണ്, ഞങ്ങൾ അവരുടെ കൂടെക്കൊന്നു. ഞങ്ങളുടെ തന്തമാരി ഞങ്ങൾക്ക് തന്തയുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണത്. നിങ്ങൾ ഇപ്പോൾ BJP-യിൽ ചേരുന്നതിന്റെ പേരിൽ വലിയ തരത്തിൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളോട് എന്താണ് പറയുന്നത്? സാധാരണക്കാരനെ കേരളത്തിലൂടെ ജനങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൊരു വാക്ക് പറഞ്ഞാൽ നമ്മളെ സഹായിക്കണ ആരാണെന്ന് വെച്ചാൽ അയാൾക്ക് അയക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മെല്ലാവരും ഇനി ചിന്തിച്ച് വോട്ട് ചെയ്യേണ്ട കാലഘട്ടം വന്നിരിക്കുന്നു. എല്ലാവരും ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യണം. നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നവനെ നമ്മളും പറ്റിക്കണം. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? ചേട്ടാ, ഇപ്പോൾ ഈ മുൻപത്തെ ആളുകളൊക്കെ BJP-കാരായിരുന്നു നേരത്തെ മുന്നെന്നാണ് പറയുന്നത്. ഈ VD സതീശൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അഭിപ്രായം? എന്താണ് അത്? അയാൾ പറയണ തെറ്റാണ്. ഞങ്ങൾ പുതിയ മെമ്പർഷിപ്പ് എടുത്താണ്. ആദ്യമായിട്ട് BJP-യിൽ വന്ന. ഇപ്പൊ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള കാരണം എന്താണ്? ഈ സമരത്തിന്റെ അടിസ്ഥാനം ഒരു പാർട്ടിയും 2 പാർട്ടിയും വന്നിട്ട് ഒന്നും ചെയ്യാനല്ല. അപ്പൊ പിന്നെ നമുക്ക് വിശ്വാസമുള്ള പാർട്ടിയിലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. എന്താ ചെയ്യുന്നതാ? ഞാൻ വണ്ടി ഓടിക്കണം. ഈ ചേട്ടൻ്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടത്? വീട്ടുകാർ പിന്നെ എല്ലാവരും മാറും. എല്ലാവരും BJP-യിലേക്കാവും. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ VD സതീശൻ പറയാൻ തോന്നെയാണ് പച്ചക്കള്ളം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ജോസ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഫിഷിംഗ് ആണ്. ചേട്ടനൊക്കെ നേരത്തെ BJP-കാരായിരുന്നു? നേരത്തെ BJP അറിഞ്ഞില്ല. നേരത്തെ CPM-ൽ നിൽക്കണായിരുന്നു. ഇപ്പൊ BJP-യിലോട്ട് ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ മണമ്പം വിഷയം തന്നെയല്ലേ? മണമ്പം വിഷയം. ഇപ്പൊ VD സതീശൻ പറയുന്ന ഈ അഭിപ്രായത്തോട് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തോട് എന്താ പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ കേരളത്തിന്റെ. പുള്ളിനോട് എന്ത് പറയാനായിട്ട്? പുള്ളി പറഞ്ഞത് നിങ്ങളെല്ലാവരും BJP-കാരായിരുന്നു. ഞാൻ CPM-ലെ മെമ്പറായിരുന്നു. പച്ചക്കള്ളം. ക്രൈസ്തവ സമൂഹം മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. കാരണം ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ KCBC-യും CBCI ഒക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പാക്കുള്ളൂ, കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്ന മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഒരു പാർട്ടി ഓഫീസിലിരുന്ന് MP ആയാലല്ല, ഇവിടെയുള്ള ജനങ്ങൾ, അതായത് ഇവിടുത്തെ ക്രൈസ്തവരായും ഹിന്ദുക്കളും എല്ലാവരും അടങ്ങുന്ന ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇവരെ എല്ലാവരും ഈ MLA ആയാലും MP ആയാലും ആകണത്.
പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സഹായത്തിനും അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണവുമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മാറി ചിന്തിക്കാൻ ചെയ്യും. ഞങ്ങൾ ഭൂരിഭാഗം പേര് ഞങ്ങൾക്ക് BJP ആണ് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം പോകാനായിട്ട് അനുവദിക്കാത്ത BJP കാരനാണെങ്കിൽ ആ BJP കാരൻ്റെ കൂടെ ഞാൻ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഈ നിയമം പാസ്സാവുകയാണെങ്കിൽ ഞാൻ BJPയിൽ ഞാനും എൻ്റെ ഭാര്യയും BJPയിൽ ചേരുമെന്ന് നേരത്തെ തന്നെ അവർക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോഴും അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യുകയാണ്. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു നടപടി അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയൊക്കെ നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ? പിണറായി വിജയൻ നേരത്തെ തുടങ്ങി ഈ സമസ്തക്കും വേണ്ടിയിട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർക്ക് മുസ്ലിം ലീഗിനെ തന്നെ ഈ UDF നിന്ന് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ആളാണ് പിണറായി വിജയൻ. ഇനിയും ഒരു മന്ത്രിസഭയും കൂടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണ്ടി വരുമെന്നുള്ളൊരു തോന്നലിലാണ് അയാൾ ഈ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മുമ്പ് വന്ന അച്യുതാനന്ദൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിസാർ കമ്മീഷനാണ് ഞങ്ങളെ ഏറ്റവും വലിയ ദുരിതത്തിലാക്കിയത്. അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു രാമചന്ദ്രൻ കമ്മീഷൻ കൊണ്ടുവന്നത്. അദ്ദേഹം ആ കമ്മീഷൻ അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കോടതിയും ഇന്നേവരെ ഇത് വകഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതുകൂടി കേട്ടതോടെയാണ് ഈ വകഫിൻ്റെ കുറേ പേര് ചില കടലാ സംഘടനകൾ ഹൈക്കോടതിയിൽ പോവുകയും ഇപ്പോൾ ആ കമ്മീഷനെ റദ്ദ് ചെയ്യുകയും ചെയ്തേക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ UDF നേതൃത്വത്തിനോട് ഇവിടുത്തെ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ബില്ലിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പക്ഷേ അതിനൊരു പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്? അങ്ങനെ അവർ പുല്ലുവില കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനെല്ലാത്തിനും നമ്മൾ കാണിച്ചു കൊടുക്കും. കാരണം ഈ അടുത്ത് തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതിലെല്ലാം വ്യക്തമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വില എന്താണെന്നുള്ളത് ഈ പറയണ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരായാലും അവർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ഒരു സംശയമില്ല 100% ഉറപ്പ്. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട, ചോര കൊടുത്തും സംരക്ഷിക്കും, ജനിച്ച മണ്ണ് കട്ടായം, എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട, ചോര കൊടുത്തും സംരക്ഷിക്കും, ജനിച്ച മണ്ണ് കട്ടായം, ജനമനസ്സ് കാണാതെ നടപ്പിലാക്കും നിയമങ്ങൾ കടലിലെറിയും കട്ടായം, മതേതരം ഭാരതം, മതനിയമം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട, ഞങ്ങളുടെ പൊന്നാട്ടിൽ